കോതമംഗലം ന്യൂ ബൈപ്പാസിന്റെ നിർമ്മാണം തടഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റി സ്റ്റോപ്പ് മെമ്മോ നൽകിയത് തെറ്റായ നടപടിയെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. മുനിസിപ്പാലിറ്റി ഇല്ലാത്ത അധികാരമാണ് ഉപയോഗിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ബൈപ്പാസ് രണ്ടാം ഘട്ടത്തിന്റെ ടാറിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. തങ്കളം കോഴിപ്പള്ളി ന്യൂ ബൈപ്പാസിൽ ചെറിയൊരു ഭാഗത്തെ നിർമ്മാണ ജോലികൾക്ക് കോതമംഗലം മുനിസിപ്പാലിറ്റി ഒരു മാസം മുൻപ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. മുനിസിപ്പൽ റോഡ് അനുമതിയില്ലാതെ കട്ട് ചെയ്തതാണ് കാരണം. ഇങ്ങനെയൊരു സ്റ്റോപ്പ് മെമ്മോ നൽകാൻ മുനിസിപ്പാലിറ്റിക്ക് അധികാരമില്ലെന്ന് ആന്റണി ജോൺ MLA പറഞ്ഞു. റോഡ് നിർമ്മാണത്തിനായി റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് നൽകിയ സ്ഥലത്താണ് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ മുനിസിപ്പാലിറ്റിയുമായി ഏറ്റുമുട്ടലിനില്ലെന്നും MLA വ്യക്തമാക്കി. നിർമ്മാണം പൂർത്തീകരിക്കാൻ എല്ലാവരും സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. മുനിസിപ്പാലിറ്റിക്ക് യാതൊരു അവകാശവുമില്ലാത്ത സ്ഥലത്താണ് ആ സ്റ്റോപ്പ് മെമ്മോ അവർ നൽകിയിട്ടുള്ളത്. പൊതുമരാമത്ത് വകുപ്പ്, റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയാണ്. പിന്നെ നമ്മൾ അത്തരത്തിനൊരു തർക്കത്തിനാ ഘട്ടത്തിൽ നിന്നില്ല. ഇതൊരു പൊതുവായ വികസനമാണ്. അത് വിവാദത്തിൽപ്പെടുത്തി മുടങ്ങിപ്പോകരുത് എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് നമ്മൾ പോകാതിരുന്നിട്ടുള്ളത്. ഇവിടെ 15 മീറ്റർ ഭൂമി വീതിയിൽ ഭൂമി ഏറ്റെടുത്ത് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിട്ടുള്ള ഭൂമിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇല്ലാത്ത അവകാശവാദമാണ് മുനിസിപ്പാലിറ്റി ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മളത് കൂടുതൽ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരം ഒരു ഇതിലേക്ക് നമ്മൾ വരാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഏതായാലും അതിപ്പോൾ ബന്ധപ്പെട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ പ്രവർത്തനത്തോട് എല്ലാവരും പൂർണ്ണമായി സഹകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഞാൻ നേരത്തെ പങ്കുവച്ചത്. ബൈപ്പാസിന്റെ രണ്ടാം ഘട്ടത്തിൽ ടാറിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കലാ ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി വരെയാണ് രണ്ടാം ഘട്ടം. തങ്കളം മുതൽ കലാ ജംഗ്ഷൻ വരെയുള്ള ആദ്യഘട്ടം 2 വർഷം മുമ്പ് ടാർ ചെയ്ത് ഗതാഗതത്തിന് തുറന്നുകൊടുത്തതാണ്. രണ്ടാം ഘട്ടത്തിലെ ടാറിംഗ് ജോലികൾ MLAയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. നിരവധി തടസ്സങ്ങൾ നീക്കിയാണ് ബൈപ്പാസ് നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിച്ചിട്ടുള്ളതെന്ന് MLA പറഞ്ഞു. 2019-20 സംസ്ഥാന ബഡ്ജറ്റിലാണ് 14.5 കോടി രൂപ ഈ ന്യൂ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. അതിൽ ചില കോടതി നടപടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 2 റീച്ചുകളിലായിട്ട് ബഡ്ജറ്റിൽ 2ആയിട്ടാണ് ഫണ്ട് നീക്കിവെച്ചതും. ആദ്യം 4.5 കോടിയും പിന്നീട് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ഈ രണ്ടാം റീച്ചിൽ 10 കോടിയും. അങ്ങനെ 14.5 കോടിയുടെ 2 വർക്ക് എന്നുള്ള നിലയിൽ ഫണ്ട് നീക്കിവെക്കുകയും പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സാങ്കേതിക തടസ്സങ്ങളും നിയമപ്രശ്നങ്ങളും കോടതി സ്റ്റേ ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ ഇടപെട്ടത്. GTV ന്യൂസ് കോതമംഗലം.